ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാർ ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും അഖിൽ മാരാർ പറയുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പല വ്യക്തികൾക്കും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിയായിട്ട് 2020യുടെ ഭാഗമായിട്ട് അഖിൽ മാരാർ ഈ പറയുന്ന ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അപ്പോൾ MLA മന്ത്രിയൊക്കെ ആവുമെന്നുള്ള കാര്യം അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ വരുന്ന മെയ് 4-ാം തീയതി ജനവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് വെച്ചിട്ട് അഖിൽ മാരാർ 8 നിലയിലല്ല 16 ചിലപ്പോൾ 36 നിലയിലൊക്കെ പൊട്ടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും അഖിൽ മാരാർ ഈ പറയുന്ന ഇലക്ഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ചില ഇന്റർവ്യൂസിലൊക്കെ ഗേൾസിനെ പറ്റിയും സ്ത്രീകളെ പറ്റിയും പല വ്യക്തികളെ പറ്റിയും ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലുകളാണ് ഈ പറയുന്ന പ്രഗ്നൻസിയെ ഇപ്പൊ കുറച്ചുകൂടി ടാസ്ക് ആക്കി മാറ്റിയത്, ഒരു പേടിപ്പെടുത്തുന്ന സംഭവമായിട്ട് ഈ പറയുന്ന പ്രസവത്തെ മാറ്റിയത് ഹോസ്പിറ്റലുകളും ഡോക്ടേഴ്സുമാണ്. പണ്ടൊക്കെ അരിയാട്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന വന്നിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പോയി പ്രസവിച്ചിട്ട് വീണ്ടും വന്ന് ആ ഒരു അരിയാട്ടിൽ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുമുള്ള ഒരു ആർഗ്യുമെന്റ് അഖിൽ മാരാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കൂട്ടത്തിലുള്ളവർ പോലും ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് അഖിൽ മാരാർ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയെ പോലും ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് മുമ്പിലും സോഷ്യൽ മീഡിയക്ക് മുമ്പിലും മാനഭംഗപ്പെടുത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്തൊരു വ്യക്തിയാണ് അഖിൽ മാരാർ. അതായത് ഈ പറയുന്ന ആനീസ് കിച്ചണിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അവിടെ അഖിൽ മാരാറും ഭാര്യയായിട്ടുള്ള രാജലക്ഷ്മിയും പോയി ഇരിക്കുകയും ആനിയുടെ മുന്നിൽ വെച്ചിട്ട് മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയാണ് ആനി ഈ പറയുന്ന ഷോയിലേക്ക് വിളിക്കുന്നത്. ആനിക്ക് വരെ സങ്കടം വന്നു പോയി അഖിൽ മാരാർ അവിടെ ഇരുത്തി സ്വന്തം ഭാര്യയെ കളിയാക്കുന്നത് കണ്ടിട്ട്. എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾക്ക് മുമ്പിലും സോഷ്യൽ മീഡിയക്ക് മുമ്പിലും ഏതൊരു സമയത്തും അഖിൽ മാരാർ സ്വന്തം ഭാര്യയെ അധിക്ഷേപിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നതൊക്കെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ കുറച്ച് സമയം മുമ്പ് അഖിൽ മാരാർ ഈ പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 2 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അഖിൽ മാരാറും ഫുൾ ഫാമിലി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഖിൽ മാരാർ ഉണ്ടായിരുന്നു, മൂത്ത മകള്, ഇളയ മകള്, ഭാര്യ, ഇവർ 4 പേരുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഈ പറയുന്ന അഖിൽ മാരാറിന്റെ ഫാമിലിയെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കും, അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഒത്തിരി മോശം വർത്താനങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ആ ഒരു ലൈവിൽ ഇരുന്നിട്ട് ഈ പറയുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ച്, ആ ഒരു ചെറിയ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അഖിൽ മാരാർ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും തരം താഴ്ന്ന ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു MLAയോ അല്ലെങ്കിൽ ഒരു ജനങ്ങളെ നോക്കുന്ന രീതിയിലൊരു സ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്തരത്തിൽ പുള്ളി കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊരു സംശയമുണ്ട്. അപ്പോൾ ഈ പറയുന്ന അഖിൽ മാരാറിന്റെ വായിൽ നാക്കുള്ളതിന്റെ പേരിലും ബിഗ് ബോസ് മലയാളം സീസൺ 5 എന്ന റിയാലിറ്റി ഷോ വിജയിച്ചതിന്റെ പേരിലും എവിടെയും തനിക്ക് എന്തും പറയാം, ആരുടെ മുമ്പിലും ഈ പറയുന്ന വായിലെ നാക്കിന്റെ ആ ഒരു കനം ഉപയോഗിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കാം, പട്ടിയെ പൂച്ചയാക്കാം എന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് പലപ്പോഴും ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് പോകുന്നതും നമ്മൾ പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റുള്ള വ്യക്തികളെ അധിക്ഷേപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അഖിൽ മാരാറിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് വായിൽ നാക്കുള്ളതിന്റെ പേരിലും സംസാരിക്കാൻ അറിയുന്നതിന്റെ പേരിലും ജനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ജനങ്ങൾക്കും വായിൽ ഈ പറയുന്ന പ്ലാവല കെട്ടിയല്ല വെച്ചിരിക്കുന്നത്, വായിൽ നാക്ക് തന്നെയാണ്. അപ്പോൾ അഖിൽ മാരാർക്കെതിരെ ജനങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ട്രിഗർ കൊണ്ടിട്ട് പെട്ടെന്ന് ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് ആ ഒരു ചെറിയ പിള്ളേരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ലൈവിനകത്തിരുന്ന് ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യം ആരും അന്വേഷിക്കാൻ വരണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ അത്ര ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല. അഖിൽ മാരാറിന്റെ ഫാമിലിയുടെ കേസ് ഞങ്ങൾ ആരും അങ്ങോട്ട് അന്വേഷിക്കാനായിട്ട് വരാറില്ല. അഖിൽ മാരാർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴും അത്തരത്തിൽ ഈ പറയുന്ന സ്ത്രീകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പറയുന്നത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അഖിൽ മാരാറിനെതിരെ ചെയ്യുന്നത്. ഈ ഒരു പബ്ലിക് PR എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് അഖിൽ മാരാറിനോട് ഭയങ്കരമായിട്ടൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, ഏകദേശം ഒരു 3 വർഷം മുമ്പ്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 5 ഞാൻ ആദ്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഖിൽ മാരാറിനെ ബന്ധപ്പെട്ടായിരുന്നു. അതായത് സീസൺ 5 നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ചാനലിന്റെ ഫസ്റ്റത്തെ ആ ഒരു ഗ്രോത്ത് അഖിൽ മാരാറിനെ ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബിഗ് ബോസ് ലെവലിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്, വളരെ മികച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. പക്ഷെ പലപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയെന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത്
പലപ്പോഴും അഖിൽമാരാറിന്റെ നാക്കിന് പിഴവുകൾ പറ്റാറുണ്ട്. ഈ പറയുന്ന പ്രസവത്തെ ബന്ധപ്പെട്ടൊക്കെ സ്ത്രീകളെ ബന്ധപ്പെട്ട് പറഞ്ഞതും ഹോസ്പിറ്റലുകളാണ് ഇത് ഭയങ്കര വലിയ സംഭവമാറ്റി മാറ്റിയത്. ഡോക്ടേഴ്സാണ് ഈ പറയുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് ഇത്തരത്തിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്നറിയോ. എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് അഖിൽമാരാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചും കണ്ടും പറയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും സ്വന്തം ഭാര്യയെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ പല വ്യക്തികൾക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് അധിക്ഷേപിക്കുന്നതും സ്വന്തം ഭാര്യയ്ക്കൊന്നും അറിയില്ല അവളൊരു പൊട്ടത്തിയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. അപ്പൊ എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാനായിട്ട് ഇനിയെങ്കിലും അഖിൽമാരാർ പഠിച്ചില്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള എതിർപ്പുകളും വിദ്വേഷങ്ങളും ഇനിയും ഒത്തിരി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ പേരിൽ വീണ്ടും ഇത്തരത്തിൽ ആ പിള്ളേരെയൊക്കെ വിളിച്ചു വരുത്തിയിരുന്ന് ലൈവിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും മറ്റുള്ള ജനങ്ങളെ മോശപ്പെടുത്തിയിട്ടും സ്ത്രീകളെ മോശപ്പെടുത്തിയിട്ടും യാതൊരു കാര്യവുമില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്